നിയമപാലകന്മാരെയാണ് ഹബീബ് തങ്ങൾ ഈ പറയുന്നത്. ചാട്ടവാറ് പോലെ ഒരു സാധനം കയ്യിൽ പിടിച്ചിട്ട് ജനങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർ. നബി തങ്ങൾ പറയുന്നു, ഞാൻ അവരെ കണ്ടിട്ടില്ല, അവര് വരാൻ പോകുന്നവരാണ്. പൊതുജനങ്ങളെ അടിക്കുന്നത്, നിരപരാധികളെ പ്രഹരിക്കുന്നവർ. പിന്നെ പറഞ്ഞു വേറെ ഒരു വിഭാഗം, എന്നാൽ വസ്ത്രമില്ലാതെ നടക്കുന്ന, പൂർണ്ണ വസ്ത്രം ധരിക്കാതെ നടക്കുന്ന പെണ്ണുങ്ങൾ. മുമീലാത്തുൻ, പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും കൊതിച്ചു നടക്കുന്നവർ. മായിലാത്ത്, തന്നിലേക്ക് അന്യൊരു പുരുഷൻ ആകർഷിക്കണം, അവൻ എന്നെ സ്നേഹിക്കണം, അവൻ എന്റെ പിന്നാലെ വരണം എന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന പെൺകുട്ടികളെന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈപിടിച്ച് സ്വഹാബികൾ ബൈഅത്ത് ചെയ്യുമായിരുന്നു. സ്ത്രീകൾ ബൈഅത്ത് ചെയ്യാൻ വരുമ്പോ നബി തങ്ങൾ പറയും, ലാ ഉസാഫിഹുൻ നിസാ, എന്റെ ഭാര്യമാരുടെ കൈയല്ലാതെ ഒരന്യ പെണ്ണിന്റെ കൈ ഞാൻ തൊടുകയില്ല. നബി തങ്ങൾ സ്ത്രീകൾക്ക് ബൈഅത്ത് ചെയ്തപ്പോൾ കൈ തൊട്ടിട്ടില്ല. അവരോട് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുംതഹനയിലെ ആയത്തുകൾ ഓതും നബി തങ്ങൾ. പെണ്ണുങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുമെന്നും നിങ്ങൾ മോഷണം ചെയ്യുകയില്ലെന്നും നുണ പറയുകയില്ലെന്നും കള്ളത്തരം പടച്ചുണ്ടാക്കുകയില്ലെന്നും നിങ്ങൾ അല്ലാഹുവിനെ വെച്ച് സത്യം പറയണം, എനിക്ക് വാക്ക് തരണം, പിന്നെ നിങ്ങൾ വ്യഭിചരിക്കുകയില്ലെന്നും പറയണം. അപ്പോഴാണ് ഹിന്ദ് ബിൻത് ഉത്ബ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരള് കടിച്ചു തുപ്പിയിരുന്ന ഹിന്ദ്. അന്നവർ മുസ്ലിമത്തല്ല, പിന്നീട് മുസ്ലിമത്തായി ഇസ്ലാമിലേക്ക് വന്നു. അബൂ സുഫിയാന്റെ ഭാര്യയാണ്. ഹിന്ദിനോട് റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ വ്യഭിചരിക്കുകയില്ല എന്ന് വാക്ക് തരണമെന്ന് പറഞ്ഞപ്പോ തലയിൽ കൈവച്ചുകൊണ്ടാണ് ചോദിച്ചത്, അവതസിനിൽ ഹുർറതു യാ റസൂലല്ലാഹ്, അടിമ സ്ത്രീകളല്ലാതെ സ്വതന്ത്രകളായ പെണ്ണുങ്ങൾ എപ്പോഴെങ്കിലും വ്യഭിചരിക്കാൻ പോകുമോ നബിയെ? അത് പറയേണ്ടതുണ്ടോ? സ്വതന്ത്രകളായ പെണ്ണുങ്ങൾ അത് ചെയ്യുമോ നബിയെ? അടിമ പെണ്ണുങ്ങളല്ലേ അതൊക്കെ ചെയ്യുന്നത്, ഞങ്ങൾ സ്വതന്ത്രകളല്ലേ, അത് പറയേണ്ടതുണ്ടോ? ഹബീബ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുക്കണം ഹിന്ദേ. ആ നബിയെ ഞാൻ അങ്ങേക്ക് ബൈഅത്ത് ചെയ്ത നബിയെ, ഞാൻ വ്യഭിചരിക്കുകയില്ല. പക്ഷേ എന്നിട്ട് പോലും ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ജാഹിലിയത്തിൽ ജീവിച്ച പെണ്ണിനറിയാം വ്യഭിചാരം അത്രക്ക് മോശമാണെന്ന്. അത്ഭുതത്തോടെയാ ചോദിച്ചത്. അവതസിനി ഹുർറ, സ്വതന്ത്രയായൊരു പെണ്ണത് ചെയ്യോ നബിയെ? പറയേണ്ടതുണ്ടോ? ഞങ്ങളതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഹബീബ് തങ്ങൾ പറയുന്നു, അന്ത്യനാളിനോടടുക്കുമ്പോൾ പെൺകുട്ടികളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം കാണാൻ കഴിയും. എന്നെ നോക്കണം, എന്നെ ആകർഷിക്കണം, എന്റെ കൂടെ വരണം. മായിലാത്തുൻ മുമീലാത്തുൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ്. പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും വേണ്ടി നടക്കുന്ന പെൺകുട്ടികൾ അന്ത്യനാളിന്റെ മുമ്പ് വരുന്നുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ ആ രണ്ട് വിഭാഗവും നരകത്തിലേക്കെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഒട്ടകത്തിന്റെ പൂഞ്ഞവ് നിൽക്കുന്ന പോലെ തലമുടി കുടുമയാക്കി മേലേക്ക് വെച്ച് ഒരു പ്രത്യേക സ്റ്റൈലിൽ തലമുടി മേലോട്ട് ഉയർത്തിവെച്ച് മുടി കെട്ടിവെച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ ഒരു ഒട്ടകത്തിന്റെ പൂഞ്ഞയാടുന്ന പോലെ അവരുടെ തലക്കെട്ടിന്റെ മീതയുള്ള മുടിക്കെട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ വരുമെന്ന് നബി തങ്ങളുടെ ഈ വാക്കുകളിലുണ്ട്. തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദന റീഹഹാ, അവർക്ക് സ്വർഗ്ഗപ്രവേശനമില്ല, അവരതിന്റെ സുഗന്ധം പോലും അനുഭവിക്കുകയില്ല. വ ഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി കദാ വകദാ, എന്നാൽ അതിന്റെ വാസന വർഷങ്ങളോളം ഇനിയും യാത്ര ചെയ്യാനിരിക്കെ തന്നെ സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട്. അതുപോലും ഈ പെണ്ണുങ്ങൾക്ക് ലഭിക്കുകയില്ലെന്നും ഈ നിയമപാലകന്മാർ, പൊതുജനങ്ങളെ ചാട്ടവാറ് കൊണ്ടടിക്കുന്ന നിയമപാലകന്മാരും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് നുബുവത്തിന്റെ വെളിച്ചത്തിൽ വഹയിന്റെ പ്രഭയിൽ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് തന്നെ പറയട്ടെ, സയകൂനു ഫീ ആഖിരി ഉമ്മത്തി, അന്ത്യനാളാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും